ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നോമ്പ് 3 അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. എല്ലാ ദിവസവും ഈ പറഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസത്തെ വ്ളോഗിലും ഞാൻ ഫ്രൂട്ട് സലാഡും ജ്യൂസും നാരങ്ങളും ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തണില്ല. അല്ലാണ്ട് എല്ലാ ദിവസവും നമ്മൾ വെറൈറ്റി അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ മാത്രം ഞാൻ റെസിപ്പി പറഞ്ഞിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തണുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്നത് പാലപ്പത്തിലേക്കുള്ള മാവ് അരച്ച് വയ്ക്കണതാണ് കേട്ടോ. അത് നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയും പാലപ്പവും അതുപോലെ തന്നെ മുളക് ബജിയും ഉന്നക്കായാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് ഇറക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലപ്പത്തിലേക്കുള്ള മാവ് ഞാൻ എങ്ങനെ ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.25 സ്പൂണ് മാവ് വെള്ളത്തിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ നന്നായിട്ട് കുറുക്കിയെടുത്ത് അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ബാക്കി കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുക. നേരത്തെ കുറുക്കി വെച്ച പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഒരു ഇത്തിരിക്കോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇത് ഞാൻ നിറബറയുടെ അപ്പത്തിൻ്റെ പൊടി വെച്ചിട്ടാണ് ചെയ്തത്. ഇതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ദാ അവിടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇത്തിരിക്കോളം ഒന്ന് കട്ടി കൂടിയ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനൊരു തുള്ളി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ മാവ് നമ്മൾ ചുടണ നേരത്തേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ നല്ല തണവാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ മാവ് നേരത്തെ ചെയ്ത് വെച്ചത്. എന്നാലേ ആ സമയമാകുമ്പോഴത്തേനൊന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉന്നക്കായൽക്കുള്ള പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണ്. ഇത് സെറ്റായിട്ട് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം ഒന്ന് പഴുത്തിട്ടുണ്ട്. ഇത്രയും പഴുപ്പ് പാടില്ല ഉന്നക്കായക്ക്. പഴം അധികം പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയായി കിട്ടൂല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പഴുത്തിട്ടുണ്ട്. അതുകൊണ്ട് റെഡി ആവില്ലെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പഴം അവിടെ പുഴുങ്ങാൻ വെച്ച നേരം കൊണ്ട് ഇനി ഉന്നക്കായുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യ് ചൂടായപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റ് നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ഈ തേങ്ങ അതുപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴത്തേനും അവിടെ പഴം പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനി ഒരു പാത്രത്തിലേക്ക് തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ചൂടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ആ ചൂട്ടോടുകൂടെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക. എനിക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ല ഇത് ശരിയായി കിട്ടുമെന്ന്. കാരണം ഇച്ചിരി നമുക്ക് വേണ്ട പഴുപ്പിനേക്കാളും ഇച്ചിരി പഴുപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ചെയ്ത് നോക്കാം. അങ്ങനെ അത് ഇത്തിരി കൂടെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അതവിടെ മാറ്റി വെച്ച് ഇനി ഗ്രീൻ പീസ് കറിയിലേക്കുള്ളത് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രീൻ പീസ് കഴുകി തലേദിവസം കുതിർത്ത് കഴുകി ഫ്രീസറിൽ വെച്ചിരുന്നിട്ട് അപ്പോൾ ഈ ഗ്രീൻ പീസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വീഡിയോ റമദാൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വ്ളോഗ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം ഞാൻ ആ ഗ്രീൻ പീസ് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് അതിനകത്തേക്ക് പച്ചമുളക് ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ആ പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി സവാള ഒരു ചെറുത് എടുത്തിട്ടുണ്ട്. ഇതും അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതാണ് എല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. സവാള ഞാനിതാ ആ കാണുന്നൊരു ഇത്തിരി ഇതിന് മാറ്റി വെച്ചിട്ടുണ്ട്. അത്
തരിക്കഞ്ഞിൽക്കുള്ളതാണ് കേട്ടോ. ഇനി ഗ്രീൻ പീസ് കറിയിലേക്ക് വേണ്ട തക്കാളിയാണ്. ഇനി ഞാനൊരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ അരിഞ്ഞു വെച്ചതും എടുത്തു വെച്ചതൊക്കെ കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അത് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിങ്ങാനിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഉന്നക്കായ റെഡിയാക്കി എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനേക്കാളും കുറച്ച് പഴുപ്പ് കുറവാണ് വേണ്ടത്. എന്നാലും ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കയ്യിൽ തിരിക്കോളം നെയ്യ് തടവി കൊടുത്തിട്ട് ഇതുപോലെ ഓരോ ഉണ്ട എടുത്തിട്ട് പരത്തി കൊടുത്തിട്ട് അതിനകത്ത് ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു പഴം വെച്ചിട്ട് 3 ഉന്നക്കായ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊന്നൊരു ചെറുത് ഫില്ലിങ്സ് ഒന്നും വെച്ചിട്ടില്ല, വെറുതെ അതുപോലെ ഉരുട്ടിയെടുത്തതാണ് കേട്ടോ. ഫില്ലിങ്സ് വെച്ച് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നില്ല അത്. അപ്പോൾ ഞാൻ പഴുപ്പ് വിചാരിച്ചതിനേക്കാൾ ഇച്ചിരി കൂടുതൽ വന്ന കാരണം ഞാൻ ഒരെണ്ണെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ആ മുളക് ബജിയിലേക്കുള്ള മുളക് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മാവ് ഉണ്ടാക്കിയെടുക്കുക. അതിന് ഞാൻ കടലപ്പൊടി എടുത്ത് കൊടുത്തിട്ടുണ്ട്, മൈദ എടുത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇച്ചിരിക്കോളം റവ എടുത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ടാ. ഇത്രയും പൊടികൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഈ മാവ് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അതിലേക്ക് വേണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവ് ഞാൻ ഈ കുപ്പിയിൽ കുഴച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മുളക് ബജിക്ക് മുളക് ഇങ്ങനെ മുക്കിയെടുത്ത് പൊരിക്കുന്നത്. അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് ഒഴിച്ച് വെച്ചത് കേട്ടോ. ഇനി ബാക്കിയുള്ള മുളക് ഇതാ ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ ഈ മുളകിൻ്റെ ഉള്ളിലത്തെ ആ തരിയില്ലേ അത് കളഞ്ഞെടുക്കും കേട്ടോ. അല്ല ചിലതിന് എരിവ് കുഴപ്പമുണ്ടാവില്ല, ചിലതിന് നല്ല എരിവുണ്ടാവും. അപ്പോൾ ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ മുളകിൻ്റെ ഉള്ളിലത്തെ തരി കളഞ്ഞെടുക്കണം. ഇവിടെ ഞങ്ങൾക്ക് രണ്ടാക്കും എനിക്ക് ഇത്തിരിയും കൂടെ ഇഷ്ടമാണ്. പക്ഷേ ഈ മുളക് ബജിയിലൊന്നും എരിവ് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ ഉള്ളിലത്തെ തരി കളഞ്ഞെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഫ്രൂട്ട് സലാഡിലേക്കുള്ള ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടുങ്ങാനിട്ട് വേവിച്ച് ഗ്രീൻ പീസ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഭയങ്കരമായിട്ട് തിളക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതിനിപ്പോൾ തരിക്കഞ്ഞിൽക്കുള്ളത് ശരിയാക്കിയെടുക്കണം കേട്ടോ. അതിന് പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് ഞാൻ 2 സ്പൂണ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റവയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. പാൽ മാത്രമായിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര കട്ടിയായിപ്പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുങ്ങാനിട്ട് അതൊന്ന് കുറുകി വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അത് മാറ്റി വെച്ചു. ഇനി ഈ ഉന്നക്കായ പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ചട്ടിയിലുണ്ടായിരുന്ന ഗ്രീൻ പീസ് കറി മറ്റേ ചട്ടിയിലേക്കാക്കിയിട്ട് ഇതിലാണ് പൊരിച്ചെടുക്കുന്നത്. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇട്ട് ആ ഒരു ഗോൾഡൻ കളറായപ്പോൾ പൊരിച്ച് മാറ്റിയെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മുളക് ബജിയും പൊരിച്ചെടുക്കാം. ഈ ബജിയുടെ മാവ് ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അത്
ഇച്ചിരിയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ടി വേണമായിരുന്നു, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊന്ന് ഫുള്ളായിട്ട് ഇനി ബാക്കിയുള്ളതും കൂടെ പൊരിച്ച് മാറ്റിയെടുക്കാം. അങ്ങനെ ഇവിടെ ഇതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട് സലാഡ് ഓരോ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ ജ്യൂസും നാരങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കസ്കസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ആ നാരങ്ങ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ ഇന്നത്തെ നോമ്പും കഴിഞ്ഞു. അങ്ങനെ നോമ്പ് തുറന്ന് പിന്നെ ഇശാൻസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അടുക്കളയിൽ കയറി മൊത്തം ക്ലീൻ ചെയ്തു. ഇനി ഒന്ന് അതിൻ്റെ ഇടയിൽ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ കഴിക്കാൻ നേരത്താണ് അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ മാവ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആ മാവിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തുങ്ങാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നേരത്തെ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെ തണുത്ത് പോകും. ഇപ്പോൾ ചൂട്ടോടുകൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കഴിക്കുന്ന നേരത്ത് ചുടാൻ നിന്നത്. അപ്പോൾ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.